ട്രെയിൻ മണിക്കൂറുകളോളം വൈകി റെയിൽവേ സ്റ്റേഷനിൽ വിശന്നു വലഞ്ഞ് കാത്തിരുന്ന അനുഭവം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ട്രെയിൻ നിശ്ചിത സമയത്തിൽ കൂടുതൽ വൈകിയാൽ യാത്രക്കാർക്ക് റെയിൽവേ തികച്ചും സൗജന്യമായി ഭക്ഷണവും വെള്ളവും നൽകണമെന്ന നിയമം എത്ര പേർക്ക് അറിയാം? നമ്മൾ കാശു കൊടുത്ത് വാങ്ങിയ ടിക്കറ്റിന്റെ അവകാശമാണിത്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇതറിയാതെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഭക്ഷണം വാങ്ങുകയാണ് പതിവ്. ട്രെയിൻ വൈകിയാൽ സാധാരണക്കാരായ നമുക്ക് ലഭിക്കുന്ന സൗജന്യ ഭക്ഷണത്തെക്കുറിച്ചും മറ്റ് ആനുകൂല്യത്തെക്കുറിച്ചും ലളിതമായി പറയാം. നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ 1-2 മണിക്കൂറിലധികം വൈകിയാൽ റെയിൽവേ നമുക്ക് സൗജന്യമായി ഭക്ഷണം തരണമെന്നാണ് നിയമം പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ നിയമപ്രകാരം നിങ്ങൾ യാത്ര ചെയ്യുന്ന എക്സ്പ്രസ് ട്രെയിനുകൾ, പ്രത്യേകിച്ച് രാജധാനി, ജനശതാബ്ദി, ദുരന്തോ പോലുള്ള പ്രീമിയം ട്രെയിനുകൾ നിശ്ചിത സമയത്തിൽ നിന്നും 2 മണിക്കൂറോ അതിൽ കൂടുതലോ വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യമായി ഭക്ഷണവും കുടിവെള്ളവും നൽകാൻ റെയിൽവേ ബാധ്യസ്ഥരാണ്. ഇതിനായി നിങ്ങൾ 1 രൂപ പോലും അധികം നൽകേണ്ടതില്ല. ട്രെയിൻ വൈകുന്ന സമയം അനുസരിച്ച് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ ചായയും പലഹാരങ്ങളും അല്ലെങ്കിൽ അത്താഴം എന്നിവ IRCTC വഴി നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. അതേസമയം ട്രെയിൻ 2-3 മണിക്കൂറിലധികം വൈകിയാൽ മുഴുവൻ പണവും തിരികെ നൽകണമെന്നാണ് നിയമം. നിങ്ങളുടെ ട്രെയിൻ നിശ്ചിത സമയത്തിൽ നിന്നും 3 മണിക്കൂറിലധികം വൈകുകയും അത്രയും സമയം കാത്തിരുന്ന് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് മുഴുവൻ തുകയും തിരികെ വാങ്ങാം. ഇതിൽ റെയിൽവേ 1 രൂപ പോലും ക്യാൻസലേഷൻ ചാർജ് ഈടാക്കാൻ പാടില്ല എന്നാണ് നിയമം. ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്ക് ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് TDR ഫയൽ ചെയ്ത് പണം തിരികെ വാങ്ങാവുന്നതാണ്. കൗണ്ടർ ടിക്കറ്റ് ആണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് സറണ്ടർ ചെയ്താൽ മുഴുവൻ പണവും കയ്യിൽ കിട്ടും. ഇനി ട്രെയിൻ വരാൻ മണിക്കൂറുകൾ വൈകുമ്പോൾ പ്ലാറ്റ്ഫോമിലെ തറയിലും ബെഞ്ചിലും ഇരുന്ന് നമ്മൾ ബുദ്ധിമുട്ടേണ്ടതില്ല. കയ്യിൽ കൺഫേംഡ് ടിക്കറ്റ് അല്ലെങ്കിൽ REC ടിക്കറ്റ് ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ വെയിറ്റിംഗ് ഹാളുകൾ നിങ്ങൾക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ്. സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർക്കും AC ക്ലാസ് യാത്രക്കാർക്കും പ്രത്യേകം വെയിറ്റിംഗ് റൂമുകൾ വലിയ സ്റ്റേഷനുകളിൽ ലഭ്യമാണ്. രാത്രി സമയങ്ങളിലാണ് ട്രെയിൻ വൈകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി വിശ്രമിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെറും 35 പൈസ അധികം നൽകിയാൽ 10 ലക്ഷം രൂപയുടെ യാത്രാ ഇൻഷുറൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ പലരും ഈ ബോക്സ് ടിക്ക് ചെയ്യാറില്ല. യാത്രക്കിടയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് വലിയൊരു തണലാകേണ്ട തുകയാണിത്. അതുകൊണ്ട് ഇനി ടിക്കറ്റ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് ഓപ്ഷൻ ഉറപ്പായും സെലക്ട് ചെയ്യുക. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഇത്തരം അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങാത്തത്. അടുത്ത തവണ നിങ്ങളുടെ ട്രെയിൻ 2 മണിക്കൂറിലധികം വൈകിയാൽ ട്രെയിനിലെ TTRോടോ കാറ്ററിംഗ് ജീവനക്കാരോടോ ഈ സൗജന്യ ഭക്ഷണത്തെക്കുറിച്ച് ധൈര്യമായി ചോദിക്കാം. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.